വിനീഷ് ആൻഡ് ആഞ്ചല, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു മാർക്കിങ്സിൽ? ഞാൻ അടിച്ചു പൊളിച്ചു തോന്നുന്നു. ഓക്കെ, അടിച്ചു പൊളിച്ചു. അപ്പോൾ രണ്ടുപേരും നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്തു എന്നാണോ? ഓക്കെ, എനിക്ക് നിങ്ങൾ രണ്ടുപേരും കോസ്റ്റ്യൂം ടോപ്പ് ടു ഡൗൺ വളരെ ഇഷ്ടമായി. ഓക്കെ, ഇനി ഞാൻ കൂൾ കമന്റ്സ് പറയുന്നില്ല. ഓക്കെ, ജഡ്ജസ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. വിനീഷ്, അഞ്ജല, ഇതെല്ലാം ഡാൻസ് കൊള്ളായിരുന്നു, പൊളിച്ച് നന്നായിരുന്നു. അഞ്ജല, വിനീഷ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഒരു ഡിസ്കോ ശരിക്കും ആ ഒരു പവർ ഉണ്ടായിരുന്നു നിങ്ങളുടെ. ശരിക്കും വളരെ ഒരു സീരിയസ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ വിനീഷിൻ്റെ കോൺഫിഡൻസ് കൂടി വരുന്നുണ്ട്. അത് എവിഡൻ്റ് ആണ്. ഫസ്റ്റ് പെർഫോമൻസിനേക്കാളും കൂടുതൽ വരുന്നുണ്ട്. ആ ലിറിക്സ് ഒക്കെ കറക്റ്റ്, ഹേ സൂപ്പർ, അതൊക്കെ കറക്റ്റ് ആ ടൈമിങ്ങിൽ പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ പഠിച്ചതുപോലെ തന്നെയാണ് വിനീഷ് ചെയ്തത്. അതിലൊരു എൻജോയ്മെൻ്റ് ആയിട്ട് കുറച്ചും കൂടെ ഒരു ഫീല് കിട്ടണമായിരുന്നു. പഠിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് വിനീഷ്, അത് തന്നെയാണ് ചെയ്തത്. എങ്കിലും അഞ്ജലയുടെ ഒരു പെർഫോമൻസിൽ ഒരു സ്മൈലെല്ലാം ഉള്ളതുകൊണ്ട് ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് അഞ്ജല എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്തതുപോലെ തോന്നി. വിനീഷ് നന്നായിട്ട് പെർഫോം ചെയ്തു. പഠിച്ച ആ ടൈമിങ്ങിനെല്ലാം മിസ്സാവാതെ കറക്റ്റായിട്ട് കളിച്ചു. പക്ഷേ അതിലൊരു എൻജോയ്മെൻറ്റ് ഫാക്ടർ കുറച്ച് കുറഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നി. അത് മേ ബി ഒരു നെക്സ്റ്റ് റൗണ്ടിൽ തകർക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എനിവേ ഇറ്റ് വാസ് ഗുഡ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലൈല മജ്നു. Hi Vinish and Angela. Very good performance. I loved your performance. Nalla costume. Lighting നിങ്ങളുടെ costume perfect disco costume ആണ്. ബിക്കോസ് അത് ഒരു ഷൈൻ, നിങ്ങൾ ആ ഷേക്കി മൂവ്മെൻ്റ് എല്ലാം ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ആ ഗ്ലിറ്റർനെസ് ഇതെല്ലാം അപ്പോൾ ആ പണ്ട് കാലത്തിലെ 80s അതുപോലെ തന്നെ ഉണ്ടാവും. യെസ്, ഡാൻസ് വൈസ് ഇറ്റ് വാസ് ലൈക്ക് വെരി ഗുഡ് എക്സ്പ്രഷൻ, വെരി നീറ്റ്, ഒരു പ്രശ്നമില്ല, നീറ്റായിട്ട് പോകുന്നുണ്ട്, ഗുഡ് എനർജി ലെവൽ, രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. ഐ ഡോണ്ട് ഹാവ് കമന്റ്സ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, ഇപ്രാവശ്യം നല്ല കമന്റ്സ്. ബിറ്റ് സംവെയർ ഇറ്റ് വാസ് മിസ്സിംഗ്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൈനസ് കൂടുതൽ പറയും, അത് വേണ്ട. അപ്പോൾ നന്നായിട്ട് ചെയ്തു. ഇറ്റ് വാസ് ഗുഡ് പെർഫോമൻസ്. ഐ ലവ്ഡ് ഇറ്റ്. അപ്പോൾ ബിഗിനിങ് ഒരു പോസിറ്റീവ് ആയി. ഇനി ശാന്തി മാസ്റ്റർ. വിനീഷ് ആൻഡ് അഞ്ജല, ഈ പാട്ടുടെ ഫസ്റ്റ് വരി എന്താണ് സിജ? ഇവരിപ്പോ ചെയ്ത പാട്ടില്ലേ, ആ പാട്ടുടെ ഫസ്റ്റ് സൂപ്പർ ഡാൻസിങ് ആയിരുന്നു. അതായത് വിനീഷ് അധികം പരിചയമില്ലാത്തവർക്ക് വിനീഷിന്റെ ആ ഒരു എക്സ്പ്രഷൻ മനസ്സിലാവില്ല. വിനീഷ് അധികം സന്തോഷം പിന്നെ എക്സൈറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ വിനീഷിന്റെ എക്സ്പ്രഷൻ ഇതാണ്. ആക്ച്വലി വിനീഷ് ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. രണ്ടുപേരും വളരെ നന്നായിട്ട് ചെയ്തു. പക്ക ഡിസ്കോ ആയിരുന്നു. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ ബോഡി ലാംഗ്വേജ് സ്റ്റൈൽ എല്ലാം നന്നായിരുന്നു. എല്ലാ രീതിയിലും നിങ്ങൾ ആ മൈക്ക് കൊണ്ടുവന്നത്, ഫസ്റ്റ് പാട്ട് പാടി, ഇതൊക്കെ ആ കാലത്ത് ഒരു 80s നടക്കുന്ന സംഭവങ്ങൾ തന്നെ. പിന്നെ ഈ കോസ്റ്റ്യൂം പ്രത്യേകിച്ച്, ഞാൻ ഒരു സിനിമയിൽ പാടും വാണം പാടി എന്ന സിനിമയിൽ ആനന്ദ് ബാബുയുടെ കൂടെ ഗ്രൂപ്പിൽ കളിക്കുമ്പോൾ ഈ സെയിം കോസ്റ്റ്യൂം ആയിരുന്നു ഇട്ടത്, ഒരു ഡിസ്കോ സോങ്ങിന് വേണ്ടിയിട്ട്. അത് പാട്ടും, അതായത് ഡിസ്കോ ഡാൻസറുടെ തമിഴ് വേർഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ ഒരുപാട് റെഫറൻസ് എടുത്തിട്ട് കറക്റ്റായിട്ടുള്ള കോസ്റ്റ്യൂമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ പാട്ടും കൂടി നല്ല, ആ ഒരു ഇടയ്ക്കിടയ്ക്ക് വരുന്ന ലിപ്സിങ്ക്, അതൊക്കെ നല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ മോളു, വേറെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, വിഷിംഗ് യു ബോത്ത് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാസ്റ്റർ. മാസ്റ്റർ, പിന്നെ എനിക്ക് തോന്നുന്നത് വേറൊരു കാര്യം, മാസ്റ്റർ പറഞ്ഞ പോലെ വെൻ വി യൂസ് പ്രോപ്സ്, അതായത് ഒരു ആ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ വി ജസ്റ്റ് ത്രോ ഇറ്റ്, അത് ഇങ്ങനെ വലിച്ചെറിയും, വി ഡോണ്ട് നോട്ടീസ്. പക്ഷേ വിനീഷ് എന്ന് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, ഗിറ്റാർ വായിച്ചു കഴിഞ്ഞിട്ട് അത് ഒരു റെസ്പെക്ട്ഫുൾ വേയിലാണ് വിനീഷ് തിരിച്ചു വെച്ചത്. ആ ഗിറ്റാർ അത് വെച്ചത് എന്തുകൊണ്ടാണ് വിനീഷിന്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ അറിയാൻ പറ്റും. നേരത്തെ മാസ്റ്റർ ഒരു ആള് വയലിൻ കൊണ്ട് അതാണ് ഞാനിപ്പോ വിനീഷിനോട് ചോദിച്ചത്. മര്യാദക്ക് കൊണ്ട് അവിടെ വെച്ചതാ, അതാണ് നമുക്ക് വേണ്ടത്. കോൺസെൻട്രേറ്റ്, ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക്. ഇല്ല, സി, നമ്മൾ ഒരു കാര്യം എടുത്ത് പറയുമ്പോൾ, ഇന്നത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ട് അടുത്ത പെർഫോമൻസിൽ ആരെങ്കിലും അത് ഫോളോ ചെയ്യുന്നത് നല്ലതല്ലേ? ഗുഡ് ക്വാളിറ്റി. I really noticed on. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ വിനീഷ് നല്ല കമന്റ്സ് ആണ്. ആഞ്ചല,
ഹാപ്പി ആണല്ലേ? ഓക്കെ, അപ്പൊ സ്റ്റാർസിലേക്ക് പോകാം. ലൈല മജ്നു 3 stars. ഓക്കെ, ജൂലിയറ്റ് 3 stars. ഓക്കെ, ഇവിടെ ഒരു എല്ലാത്തിനും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു. തീർച്ചയായും. ഓക്കെ, ശാന്തി മാസ്റ്റർ 3 stars. അപ്പൊ 9 stars അല്ലേ? ഗുഡ് റിസൾട്ട്. പിന്നെ ഗുഡ് കമന്റ്സും കിട്ടി. ഇനി അടുത്ത പ്രാവശ്യം ഇനി ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മതാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ വേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി ഇവിടെ. എന്നോട് ഒരു ഇഷ്ടം കാണിക്കുന്ന 2 പേരുടെ ഒരു രൂപം ഒന്ന് നോക്കൂ അവിടെ. സ്നേഹമല്ല വലുത് മാം. അതെ, സ്നേഹമാണ് വലുത്. സ്നേഹമാണ്. ഞാൻ അടുത്ത് വന്നപ്പോ ഇച്ചിരി പേടിയായിരുന്നു. ആ ആക്ഷൻ എങ്ങനെ കാണിച്ചേ? ശാന്തിത കാണും. ഇതിലെന്താ ഉള്ള കളിയാക്കുന്നത്? ഒന്നുമില്ലല്ലോ. അവര് ഗാന്ധിയും കാണും, എന്നെ കണ്ടിട്ട് ശാന്തിയും കാണൂന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. വെരി നൈസ്. ഐ ലൈക്ക് ദിസ് ഐഡിയ. காசு மேலே காசு வந்தே கொட்டுகிற நேரம் இதே வாச கருவ ராசலட்சுமிய தட்டுகிற வேலை இது தட்டினா விட்டத்தங் கொட்டினா நொட்டத்தங் ஆனந்தம் காவேரிதான்.